ഹലോ ഗായ്സ്, ഒരു ചിന്ന ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു ദിവസം രാവിലെ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്നാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് വളരെ മഴയുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ ഒരു 4:30 ആയപ്പോൾ ഉറക്കം എഴുന്നേറ്റ് നേരെ ചോറിനുള്ള വെള്ളം എടുത്തു. അങ്ങനെ ഫ്രഷപ്പൊക്കെ ആയിട്ട് വന്നു, നേരെ വെള്ളം എടുത്തു, അടുപ്പത്ത് വെച്ചു. കാരണം രാവിലെ ചോറ് വയ്ക്കും. കാരണം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ട് വിടണം. അപ്പോൾ അവന് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വേണം കൊടുത്തു വിടാൻ. ഇന്ന് പുട്ടും കടലക്കറിയാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കടല ഇന്നലെ വെള്ളത്തിട്ട് കൊത്തൊക്കെ വെച്ചിരുന്ന് ഈ കടലയെ നേരെ കഴുകി ഫ്രഷ് ചെയ്ത് ഒരു സവാള അരിഞ്ഞിട്ട് നേരെ അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. അവിടെ കടലിരുന്ന് വേവുന്ന ടൈമിൽ നമുക്ക് പുട്ടിനുള്ള മാവൊക്കെ നനച്ച് പുട്ടും കൂടെ കുഴച്ച് വെച്ചിട്ട് പുട്ടും കൂടെ അടുപ്പത്താക്കാം. എങ്കിലേ നമ്മുടെ ജോലി സമയത്തിന് തീരുള്ളൂ. 7 മണിയാവുമ്പം എൻ്റെ കുഞ്ഞ് എഴുന്നേക്കും. 7 മണിക്കകത്ത് കഴിക്കും. 6:30 7 മണിക്കകത്ത് കഴിക്കും. അവൻ എഴുതിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. അവൻ പ്രീ KGയിലാണ് പഠിക്കുന്നത്. അവന് 3.5 വയസ്സായി. അപ്പോൾ അവന് സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ടാണ് രാവിലെ 4:30 എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവൻ സ്കൂളിൽ പോകാത്ത ദിവസമൊക്കെ ഞാൻ ലേറ്റായിട്ട് ഉറക്കം എഴുന്നേൽക്കുള്ളൂ. അപ്പോൾ ഇന്ന് ഏതായാലും രാവിലെ എഴുതിച്ചു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്യണമുണ്ട്. അപ്പോൾ ഇത് ഞാൻ പുട്ട് നനയ്ക്കുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കണത്. അപ്പം പുട്ട് നനയ്ക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും ഇതിൽ എക്സ്പേർട്ടാണെന്നറിയാം. ഞാനാണെങ്കിൽ കുക്കിങ്ങിലൊന്നും വലിയ എക്സ്പേർട്ടൊന്നും അല്ല. എനിക്കെല്ലാം ചെറിയ രീതിയിലൊക്കെ അറിയത്തുള്ളൂ, കുക്കിംഗ് ആയാലും എല്ലാം. പിന്നെ എനിക്ക് ചെറിയ ഡാൻസിങ്, പാട്ട് പാടുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. അതായത് ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ, പക്ഷേ എനിക്ക് ഇഷ്ടമാണ്, കുക്ക് ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല, വലിയ റെസിപ്പീസും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഓരോരോ വീഡിയോസ് കണ്ടൊക്കെയാണ് കുക്ക് ചെയ്യുന്നത്. നമ്മൾ പുട്ടിന് മാവൊക്കെ കുഴച്ച് വെച്ചപ്പോഴത്തേക്കും ചോറ് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. അരിയിട്ടത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചോറെടുത്ത് നേരെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കടല ഇവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തീ കത്തുന്നുണ്ട്. പിന്നെ നമ്മൾ പുട്ടും ഒരു പുട്ടും അടുപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ന് ലഞ്ചിലത്തേക്ക് നമുക്കൊരു കുമ്പളങ്ങ പച്ചടി വയ്ക്കാം. അപ്പം ഞങ്ങളുടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടായ കുമ്പളങ്ങയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് പച്ചടി വെച്ച് മോന് ലഞ്ചിൻ്റെ കൂട്ടത്ത് കൊടുത്തു വിടാം. അപ്പോൾ ഇത് കുമ്പളങ്ങയാണെന്നാണ് എൻ്റെ വിശ്വാസം. കുമ്പളങ്ങയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ കറി, കുമ്പളങ്ങ പച്ചടി. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രഷ് ചെയ്ത് അരിഞ്ഞൊക്കെ എടുത്തിട്ട് വരാം. നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഇതിന് കുമ്പളങ്ങ എന്നാണോ പറയുന്നതെന്നുകൂടി പറയണേ, കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോസ് മാക്സിമം നന്നായിട്ട് കാണാൻ ശ്രമിക്കണം. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൽ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ വെറുതെ വീട്ടിലൊക്കെ ഇരിക്കണേ, വേറെ ജോലിയോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ വെറുതെ വീട്ടിലിരുന്നപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ തുടങ്ങിയതാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ സഹകരിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ കുമ്പളങ്ങ